ഈ പോസറ്റ് സാഹിബ് 124 വർഷം മുമ്പ് എടക്കൽ ഗുഹയെ പറ്റി പറഞ്ഞ സമയത്ത് ആ സമയത്ത് പണിയർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ അവരെ എടക്കൽ ഗുഹ വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു തൊട്ടടുത്ത്. എടക്കൽ ഗുഹയും ഈ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലവുമായിട്ട് ഏതാണ്ട് വായു ദൂരത്തിൽ നോക്കിയാൽ 500 മീറ്റർ പോലും ദൂരമില്ല. ഇത്രയും അടുത്ത് ഇത്രയും പ്രാചീനമായൊരു മനുഷ്യ സമൂഹം, മാനവ സമൂഹം ഇവിടെ താമസിച്ചിട്ട് അത് അവരെ സംബന്ധിച്ച് ഈ എടക്കൽ ഗുഹയുമായി ബന്ധപ്പെടുത്തി യാതൊരു പഠനവും കാര്യമായി നടന്നിട്ടില്ല. യാതൊരു പഠനങ്ങളും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എടക്കൽ ഗുഹയെക്കുറിച്ച് ഇവിടുത്തെ ഏറ്റവും അതിപുരാതനമായ ജനസമൂഹമായ പണിയരുടെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഊരുമൂപ്പനായ ആദരണീയനായ ശ്രീ ജി പാലൻ, ഞങ്ങളെല്ലാം പാലമാമൻ എന്ന് വിളിക്കും. അപ്പം അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ഈ എടക്കൽ ഗുഹയെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഞങ്ങള് പിന്നെ പൂർവികര് കാരണന്മാര്, പൂർവികരെന്ന് പറഞ്ഞ കാരണന്മാര് അവിടെ പിന്നെ ഗുഹയില് താമസിക്കുകയും അവിടെ പിന്നെ പൂജ ചെയ്യുകയും ഞങ്ങള് പിന്നെ ചെയ്തുകൊണ്ടത് ഈ പണിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പണിയർ. ഈ പിന്നെ വയനാട്ടിൽ തന്നെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ പണിയര് പിന്നെ ജനസംഖ്യയില് 1,00,000 പിന്നെ പരം വരുന്ന ആൾക്കാരാണ്. വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയ അറിവാണ്. വാമൊഴിയായിട്ട് പകർന്ന് പിന്നെ കിട്ടിയതല്ല. ഞങ്ങള് തന്നെ ഇങ്ങനെ എത്രയും പേര് ഇത്രയും ഈ പണിയരുടേതാണ് ഈ ഗുഹ എന്നുള്ള അറിവ്, അവിടെ പണിയർക്കരുടെ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്നുള്ള അറിവ് ഊരുമുമ്പൻ എങ്ങനെയാണ് ഇത് പകർന്നു കിട്ടിയത്? പകർന്നു കിട്ടിയത് തലമുറയായിട്ട് എന്റെ അച്ഛന്റെ അച്ഛന്മാരും വാമൊഴിയായിട്ടാണ് ഞങ്ങള് പിന്നെ സങ്കല്പിച്ച് പിന്നെ വന്നതും അവരവിടെ താമസിച്ചിരുന്ന ഇരുന്നതും. അതിന്റെ ശേഷം പിന്നെ ഇവര് പരിഗണിക്കാതെ എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഈ സാഹിബ്മാര് വന്ന് ഇവിടെ അന്വേഷണം നടത്തി പഠനം നടത്തിയതിനു ശേഷം ഇവിടെ ഒന്നും നിങ്ങളെ വന്ന് പരിഗണിക്കുകയോ അവരെ കാണുകയൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തില് ഈ അല്ല സാമ്പത്തിക പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഈ പിന്നെ കുപ്പമുടി ചായ്പ് കുപ്പമുടിയിലാണ് ചായ്പ് വന്ന് സ്ഥലവും പിന്നെ അവിടെ പിന്നെ കുപ്പമുടി വന്ന് സ്ഥലം എടുക്കുകയും അവിടെ പിന്നെ തോട്ടം പിടിപ്പിക്കാൻ വേണ്ടി വന്നയാള്. അപ്പോ തോട്ടം പിടിക്കാൻ വന്നപ്പോൾ അയാള് എടക്കല്ല ഗുഹയായിട്ട് പിന്നെ ഇതിന്റെ ഒരു ഭാഗമാണ് കുപ്പമുടി. ഏത് പൊന്മുടി കോട്ട, കുപ്പമുടിയൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ അന്ന് പിന്നെ അന്നത്തെ പണിയർ കണ്ടുപിടിക്കുകയും ആ ഗുഹയിൽ താമസിക്കുകയും അവരുടെ പൂജ നടത്തുകയും ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഈ കാലഘട്ടം. അതിന് ചായപ്പിന്റെ മുന്നിലുള്ള കാലഘട്ടം. പക്ഷെ ആധുനിക കാലത്ത് നിങ്ങളെ ആരും പരിഗണിച്ചില്ല. ഇല്ല, ഇന്നും പരിഗണിക്കുന്നില്ലല്ലോ. ചരിത്രം അതെ, ഇന്നും പരിഗണിച്ചില്ല, അന്നും പരിഗണിച്ചില്ല. ഇല്ല. എടക്കൽ ഗുഹയുടെ ചരിത്രം തേടുമ്പോൾ പണിയരെ അവിടെ പരിഗണിക്കുന്നില്ല. ഇല്ല, ഇന്നുമില്ല, പിന്നെ പണ്ടുമില്ല. അതൊരു യാഥാർത്ഥ്യം. അതെ, ഒരു 100 മാസത്തിന് ശേഷവും ഇല്ല, ഇന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അവിടെ ഒരു ഗോത്ര തലവന്റെ ചിത്രം കുത്തിവെച്ചിട്ടുണ്ടല്ലോ ഈ ഗുഹയുടെ ഭിത്തിയിൽ. അത് ഈ പണിയ മൂപ്പനാണോ, ഗോത്ര തലവനാണോ? ആണെന്നാണ് പിന്നെ ഞങ്ങളെ കാരണന്മാര് പറയുന്നത്. ഞങ്ങളെ പൂർവികര് പറയുന്നത് പിന്നെ അവര് കൊത്തിവെച്ചാണ്. അന്ന് ഈ നാട്ടില് പിന്നെ മറ്റുള്ള ജനങ്ങളില്ല, പഴയത് മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ. മറ്റുള്ള ജനങ്ങൾ പിന്നീട് വന്ന ആൾക്കാരാണ്. ഈ ചായപ്പിന്റെ പിന്നെ ചായപ്പും മറ്റവരൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ്. അത് അന്നും പിന്നെ അവര് അവിടെ പൂജ നടത്തി, ഇവിടുന്നൊക്കെ പോയി അവിടെ പൂജ നടത്തി, അങ്ങനെ നടത്തിയിരുന്നു. ഇപ്പോഴുള്ള കാവ് അതിന്റെ ഭാഗമാണോ? ഇപ്പൊ ഉള്ള പിന്നെ ഞങ്ങള് നിലവില് പിന്നെ കാവ് ഞങ്ങള് പിന്നെ അതിന്റെ ഭാഗമാണ്. ഈ എടക്കൽ ഗുഹയുടെ തൊട്ട് താഴെയാണ്. അതെ അതെ, അതെ, ഒരു 100 മീറ്റർ പോലും പിന്നെ ദൂരല്ലേ, വായുദൂരം. അവിടെ പണിയര് ഇന്നും പിന്നെ അത് സങ്കല്പിച്ച് കാവില് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഇന്നത്തെ ജനങ്ങളും അന്നത്തെ ജനവും
ചായ്പും പിന്നെ ചായ്പിന് ശേഷം വന്ന ആൾക്കാരും പണിയർ ഇന്നും വന്നും പരിഗണിച്ചിട്ടില്ല. ചിറയോ ചിറ ചിറ പിന്നെ പിന്നീട് ഉണ്ടായതാ. ചിറയില് ഞങ്ങക്ക് കാവുണ്ടാവും. ലിഖിതങ്ങളുണ്ട്. അവിടെ പിന്നെ ഒരു പിന്നെ മരം ഉണ്ടാകും. ഏത് ഒരു ചെമ്പക മരം. അതൊരു പിന്നെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിന്നെ ഒരു മരം ഉണ്ടാകും ചിറയുടെ പിന്നെ തിണ്ടത്ത്. അത് ഒരു കാലഘട്ടത്തിൽ പിന്നെ മരം പിന്നെ വീഴുകയും ദ്രവിച്ച് പിന്നെ മരം പിന്നെ പഞ്ചായത്തുകാർ ലേലം വിളിക്കുകയാണ് ചെയ്തത്. അവിടെയും ഞങ്ങളുടെ കാവുണ്ടായിരുന്നു. പൂജയും കാര്യങ്ങളും ഞങ്ങളൊരു നായട്ടിനൊക്കെ പോകുമ്പോ അവിടെ ഒരു പൂജ കഴിച്ചിട്ടാണ് ഞങ്ങൾ നായട്ടിന് പോകണം. അപ്പൊ ഏറ്റവും ഉയരത്തിലുള്ള ഗുഹയിൽ നിന്നും താഴേക്ക് ഈ ചിറ താഴെ ആദ്യം ഇറങ്ങുന്ന ചിറ, അതിനുശേഷം ഇപ്പൊ നിലവിലുള്ള കാവ്. അവിടെ ഈ ഇപ്പൊ നിലവിലുള്ള കാവില് 2500 വർഷം മുമ്പ് ഉള്ള കൽവൃത്തം എന്ന് പറയുന്ന ഒരു മനുഷ്യനിർമ്മിതമായ ശിലാവിന്യാസം ഉണ്ട് എന്ന് കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം തലവൻ ഡോക്ടർ VJ വിൻസെന്റ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നമ്മോട് പറയുണ്ടായി. എന്നോട് പറയുണ്ടായി. അതിന് കൂടുതൽ എന്നെ കൂടുതൽ വന്ന ആൾക്കാരോട് പറയുന്നുണ്ട്. ഗവേഷക വിദ്യാർത്ഥികൾ അപ്പൊ ഒട്ടേറെ ആൾക്കാർ അയാളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഊരിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നിച്ച് ബന്ധപ്പെട്ട് ഈ എടക്കൽ ഗുഹയും ചിറയും കാവും എല്ലാം ഇത് പിന്നെ എടക്കൽ ഗുഹയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അപ്പൊ ഈ ഒരു പ്രദേശം മുഴുവൻ എനിക്ക് തോന്നുന്നു ഒരു തോരിമല വരെ നീണ്ടു കിടക്കുന്ന തോരമല ഇതിൽ പിന്നെ നീണ്ടു കിടക്കുന്ന അവിടെ ശിലാലിഖിതങ്ങളുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പണിയരാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും മറ്റുള്ളവർ ആരുമല്ല. അപ്പൊ വലിയൊരു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വലിയൊരു സാംസ്കാരികമായ ഔന്നത്യമുള്ള ഒരു ജനത ഒരു കാലത്ത് ജീവിച്ചിരുന്നു. ഒരു ജനപഥം ഇവിടെ ഉണ്ടായിരുന്നു, ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അത് മുഖ്യമായിട്ട് പണിയർ തന്നെയായിരിക്കും. കാരണം മറ്റ് ഇത്രയും പൗരാണികതയുള്ള ജനത വേറെ വയനാട്ടിൽ ഇല്ലല്ലോ. ഇല്ല. ഇത്രയും പഴക്കമുള്ള ജനത വേറെ ഇല്ല. അപ്പോ ഞാനങ്ങനെ അപ്പൊ ഇതിനു മുമ്പ് ഊരുമ്പൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. 50 വർഷം മുമ്പ് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ വന്ന് പരിശോധന നടത്തുന്നു. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞാനത് ഒരു പിന്നെ ഇങ്ങനെ ഒരു പിന്നെ പൊതു പിന്നെ പ്രവർത്തനമായിട്ട് നടക്കാൻ 70 തുടക്കത്തില് 70 പിന്നെ തുടക്കത്തിൽ എന്നെ കാണാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഇതിന്റെ പഠനം നടത്താൻ വേണ്ടി പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. എന്നെ കാണുകയും ഞാൻ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു. അച്ഛനുണ്ട്, അതെ, അപ്പനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ അപ്പനെ കാണുകയും എന്നെ കാണുകയും പിന്നെ അപ്പോ സംഭാഷണം നടത്തിയിട്ട് ഞങ്ങളെല്ലാരും കൂടെ മറ്റുള്ള ആൾക്കാരും ഞങ്ങളെല്ലാരും കൂടെ ഈ പിന്നെ ഗോവിന്ദമൂല ചെറന്റെ നേരെ എടക്കൽ ഗുഹയിലേക്ക് ഞങ്ങളെല്ലാരും കയറിപ്പോയി. അത് പിന്നെ ഗുഹയും അതിന്റെ പിന്നെ ചിത്രങ്ങളൊക്കെ അവര് പിന്നെ വീഡിയോയിൽ എടുക്കുകയും ചെയ്തു. എടുക്കുകയും ചെയ്തിട്ട് പിന്നെ അവര് പിന്നെ അതിനെ കുറിച്ച് പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വന്നില്ല. അവര് ഉദ്യോഗസ്ഥന്മാര് തിരിച്ചു വന്നു. അവര് പിന്നെ ഇടക്കലിലെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായില്ല. ആദ്യമായിട്ട് ഞാൻ പിന്നെ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇതിന്റെ പഠനം നടത്താൻ വേണ്ടി പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ഞങ്ങള് കാണാനാ വന്നു. 70-75 പിന്നെ അപ്പൊ ഇടക്കലില് പിന്നെ അവിടെ പിന്നെ പോവുകയും അവരെയും കാണുകയും ഇടക്കലില് ആൾക്കാർ. അങ്ങനെയാണ് ഇടക്കലിലേക്കും ഇത് എല്ലാം അങ്ങോട്ട് മാറിയത്. മറുവശത്തേക്ക് മാറിയത്. ഇത് കിഴക്കേ ഭാഗമാണ് പിന്നെ
ഞാൻ പറയുന്ന സ്ഥലം ഓ കിഴക്കാ ഭാഗം ഈ എടക്കൽ ഗുഹന്റെ പിന്നെ എല്ലാ പിന്നെ ചരിത്രപരമായിട്ട് പിന്നെ പ്രാധാന്യമുണ്ട്. പ്രാധാന്യമുള്ളത് കിഴക്കേ ഭാഗം ആ നമ്മൾ താമസിക്കുന്ന ഈ ഭാഗം മറുവശം അല്ല ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല. അതൊക്കെ ആണെങ്കിൽ ലോബിങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ അവരെ കാണുകയും അവരെ താല്പര്യം അനുസരിച്ച് അതിന് റോഡ് ഉണ്ടാക്കുകയും എടക്കൽ പോലേക്ക് പിന്നെ റോഡ് പിന്നെ ഉണ്ടാക്കി എടക്കൽ പോലെ ഇന്നത്തെ എടക്കൽ പിന്നെ നിലവിലുള്ള എടക്കൽ പോലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റുകൾക്ക് വരുന്നുണ്ട്. വേണ്ടത്ര ഞങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് പറയാനുള്ളത്. ഏത് ഈ പണിയരെ ഒരു തരത്തിലും ഇതിന്റെ ഒരു തരത്തിലുള്ള പരിഗണന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു വശത്ത് ഇതിന്റെ ചരിത്രപരമായി നിങ്ങൾക്ക് ഇതിന്റെ പിന്തുടർച്ച അവകാശപ്പെടാൻ കഴിയും പണിയർക്ക്. അതുണ്ടായിട്ടില്ല. പിന്നീട് ഒരു ടൂറിസത്തിന്റെ രീതിയിലേക്ക് മാറിയപ്പോൾ അവിടെ നിങ്ങളെ പരിഗണിച്ചില്ല. അത് ഈ റിസോർട്ട് ഉടമസ്ഥരുടെ ഒക്കെ താല്പര്യപ്രകാരം അങ്ങോട്ട് മാറി, മറുവശത്തേക്ക് മാറി, ചരിത്ര പ്രാധാന്യം ഒട്ടുമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി. അതിന്റെ പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും ഒക്കെ അവിടെ. ഈ ഭാഗത്ത് ശരിക്കും ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഈ ഭാഗത്ത് വേണ്ട വിധത്തിൽ അതിനെ പറ്റിയൊന്നും അതിന്റെ പ്രാധാന്യങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല, ഉണ്ടായിട്ടില്ല, പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ചരിത്രം ശരിക്കും ഒരു വലിയ സംസ്കാരമുള്ള ജനതയാണ് പണിയര്. അപ്പൊ അവർക്ക് അവരുടെ ചരിത്ര നിർമ്മിതിക്ക് ആവശ്യമായ എല്ലാ തെളിവുകളും മിത്തുകളും ഐഡിയോളജിക്കലായിട്ടുള്ള പലതരത്തിലുള്ള പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എനിക്കിതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു അവഗണനയാണ് അല്ലെ? ഈ ഒരു സമൂഹത്തോടും കാണിക്കുന്ന ഒരു അവഗണന ഇന്നും അങ്ങനെ നിലവിലിരിക്കുക. ഇന്നും അവഗണന തന്നെ. ഇന്നും പണിയരെ ഉയർത്തിക്കൊണ്ടായിരുന്നു. അവർക്കൊരു പ്രോത്സാഹനം പിന്നെ കൊടുക്കാനും അവർക്ക് വേണ്ട പിന്നെ ഉയർത്തിക്കൊണ്ടായിരുന്നു. അവരെ ഒരു പിന്നെ നല്ല നിലയ്ക്ക് അതും പിന്നെ പണിയരാണെങ്കിൽ തന്നെ അവരും മനുഷ്യന്മാരെന്നൊരു പിന്നെ ബോധം പോലും അവരെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവർക്കൊരു ചരിത്രം ഉണ്ടെന്നും ഇവർക്കൊരു വലിയ സംസ്കാരം ഉണ്ടെന്നും അംഗീകരിക്കപ്പെടുന്നില്ല. ഇല്ല, ഇന്ന് വരെ അത് വലിയൊരു അനീതിയാണ്. അതിന്റെ പിന്നിൽ വലിയൊരു അനീതിയുണ്ട്, തർക്കമില്ലാത്ത കാര്യം. നമുക്ക് ബാക്കി അടുത്ത ഇതിൽ പറയാം. ബാക്കി നോക്കാം.